ഹലോ ഗൈസ്, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഇന്ന് എൻ്റെ ജന്മദിനമായിരുന്നു. എല്ലാ ജന്മദിനത്തിനും ഞാൻ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുക, ക്ഷേത്രത്തിൽ പോവുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കരുതി കുറച്ചൊന്ന് ലോങ് ഡ്രൈവ് പോയാലോന്ന്. ബിക്കോസ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് കുറച്ച് നാൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു പ്ലേസ് ഉണ്ട്. എനിക്ക് എത്രമേൽ പ്രിയമുള്ളിടം എന്നെനിക്ക് തോന്നുന്നൊരു സ്ഥലമാണത്. അതാണ് നമ്മുടെ പോവാറുള്ള അന്റാലിയ റിസോർട്ട്. ബിക്കോസ് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനത് അവിടെ നിന്ന് എനിക്കെത്ര ഇഷ്ടമെന്ന്. നമ്മൾ അവിടെ പോകുന്നത് തന്നെ നമുക്ക് ബോട്ടിൽ കയറിയിട്ട് വേണം, ഒരു 10 മിനിറ്റ് ബോട്ടിൽ കയറിയിട്ട് വേണം നമുക്ക് അന്റാലിയയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം അന്റാലിയ എന്ന് പറയുന്നത് നമ്മുടെ ആറാണ് ചുറ്റും അന്റാലിയ നടുക്ക് നമ്മുടെ ഒരു ചെറിയ ദ്വീപ് പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ബോട്ടിൽ കയറി എൻ്റെ ഫ്രണ്ട്സിനെ അതിലൊരാൾക്ക് ബോട്ടിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പാവമല്ലേ, അത് ഊക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ വീഡിയോ അങ്ങനെ ഞങ്ങൾ അന്റാലിയയിലെത്തിയിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, എല്ലാവരോടും പോയി സംസാരിച്ചു. പിന്നെ അവിടുത്തെ കുറേ കണ്ടല്ലോ, എന്ത് നല്ല രസമാണ് ഇവിടെ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ഫെസിലിറ്റീസൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ ആയിട്ടുണ്ട്. അതിലൊക്കെ കയറണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. മാത്രമല്ല സൈക്ലിംഗ് ഉണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല, അതും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് വർക്കിംഗ് മോഡാണ്, അത് ഓക്കെ ആയിട്ടില്ല. ഒരു 2 months ആയിട്ട് എനിക്ക് പോയി ചവിട്ടണമെന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് ഒരു രക്ഷയില്ല, സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്തു, പൂളിലിറങ്ങുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിജി, അവളുടെ പേര് വിജി എന്നാണ്. പുള്ളിക്കാരി ആദ്യം പറയും എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പേടിയുള്ളത് പട്ടിയാണ്. പിന്നെ ഒരു ദിവസം പറഞ്ഞു എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പേടിയുള്ളത് പാമ്പിനെയാണ്. പക്ഷെ ഇന്ന് അവൾ പറഞ്ഞത് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പേടിയുള്ളത് വെള്ളത്തിനെയാണെന്ന്. അപ്പം അവൾ അല്ലെങ്കിൽ എപ്പോഴും പറയുന്നത് ഞാൻ ഭയങ്കര ബോൾഡാണ്, ആരെന്ത് പറഞ്ഞാലും തിരിച്ച് നല്ല മറുപടി എനിക്ക് കൊടുക്കാൻ അറിയാം, എന്നെ എല്ലാവർക്കും പേടിയാണ് എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലോടുകൂടി ഞാൻ നോക്കിയിട്ട് ഇവൾ പറയണം എനിക്ക് പട്ടിയെ പേടി, എനിക്ക് പൂച്ചയെ പേടി, എനിക്ക് വെള്ളം പേടി. അപ്പം ഞാൻ വിചാരിച്ചു സൗമ്യുണ്ട് അപ്പോൾ പുള്ളിക്കാരിക്കെങ്കിലും കുഴപ്പമില്ലായിരിക്കുന്നു. സത്യത്തിൽ ഈ 3 പേരിൽ ഞാൻ മാത്രമാണ് അത്യാവശ്യം ബോൾഡും വെള്ളമൊന്നും പേടിയില്ലാത്ത. എനിക്ക് നീന്താനൊക്കെ അറിയാം, പക്ഷെ ഞാനതൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. അപ്പം നിനക്ക് നീന്താനൊക്കെ അറിയാം അല്ലേ? അതെ എനിക്കറിയാം. അങ്ങനെ വെള്ളത്തിലിറങ്ങി പുള്ളിക്കാരിയുടെ പേടിയൊക്കെ മാറ്റി. അവളാണ് സൗമ്യ. അവൾ വെള്ളത്തിൽ തലമുടി നനയ്ക്കത്തില്ല, ഫേസും നനയ്ക്കത്തില്ല, ബിക്കോസ് അവളുടെ മേക്കപ്പ് പോവും. കുട്ടി എപ്പോഴും ഇങ്ങനെ സൗന്ദര്യം സംരക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ. അതായത് എപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്യും, അവളുടെ സൗന്ദര്യം എപ്പോഴും ആ ഫേസിൽ ഉണ്ടാവണം. അങ്ങനെ അങ്ങനെ ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങി തിരിച്ച് അടിച്ച് പൊളിച്ച് തിരിച്ച് കയറി. പക്ഷേ നനഞ്ഞ കോഴിയെ പോലെയാണ് ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ടി വന്നത്. കാരണം അവിടെ അപ്പോൾ പവർ പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഹെയർ ഒന്നും ഉണക്കാൻ പറ്റിയില്ല. പിന്നെ സൗമ്യ എന്തായാലും നല്ല സുന്ദരിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു, കാരണം അവളുടെ ഫേസും തലമുടിയൊന്നും നനച്ചിട്ടില്ലല്ലോ. അങ്ങനെ എൻ്റെ എന്താ പറയുക, ഈ വർഷത്തെ ബർത്ത്ഡേ എല്ലാ വർഷത്തിനേക്കാളും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. കുറേ